പുതുവർഷം ഒരു പുതിയ കലണ്ടർ മാറുക മാത്രമല്ല, നമ്മൾക്ക് ഒരു പുതിയ തുടക്കമാണ്. ഓരോ പുതുവർഷവും നാം ഒരേ ചിന്ത ചെയ്യും: ഇപ്പോഴെങ്കിലും എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തണം. ആദ്യ ദിവസങ്ങളിൽ നാം എനർജിയോടെ തുടങ്ങും, പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവസാനം നമ്മൾ മന്ദഗതിയാകുന്നു, പ്ലാൻ മങ്ങിപ്പോകുന്നു. ഇത് മടിയല്ല, കുറ്റവുമില്ല, ഇത് നമ്മുടെ ബ്രെയിൻ്റെ സ്വഭാവമാണ്. ബ്രെയിൻക്ക് വലിയ മാറ്റങ്ങൾ ഇഷ്ടമല്ല. വലിയ ലക്ഷ്യം കണ്ടാൽ അത് ഭയപ്പെടും, നമ്മളോട് ചൂണ്ടിക്കാട്ടും, ഇത് കഷ്ടമാണ്, പിന്നെ ചെയ്യാം. അതിനാൽ നമുക്കൊരു സിമ്പിൾ മാർഗം ഉപയോഗിക്കാം. വലിയ ലക്ഷ്യം ചെറുതാക്കി തുടങ്ങുക. ഉദാഹരണം, 1 മണിക്കൂർ പഠിക്കണമെന്നല്ല, ഇന്ന് 10 മിനിറ്റ് മാത്രം പഠിക്കാം. നിങ്ങൾ ആ ചെറിയ ടാസ്ക് പൂർത്തിയാക്കുമ്പോൾ ബ്രെയിൻ ഡോപ്പമീൻ റിലീസ് ചെയ്യും. നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷം തോന്നും. ആ സന്തോഷം തന്നെയാണ് മറ്റന്നാൾ വീണ്ടും തുടങ്ങാനുള്ള എനർജി. ഇതാണ് സ്മോൾ വിൻസ് സൈക്കോളജി. ചെറിയ വിജയങ്ങൾ പതിയെ പതിയെ കൂട്ടിച്ചേർന്നാൽ അത് ഒരു വലിയ മാറ്റമാകും. ഒരു ദിവസം മിസ്സാകാം, 2 ദിവസം സ്ലോ ആകാം, അത് നോർമലാണ്. സ്വയം കുറ്റം പറയേണ്ട, ഒന്നേജു പറയൂ, നാളെ വീണ്ടും തുടങ്ങാം. കൺസിസ്റ്റൻസി എന്നത് ദിവസേന പെർഫെക്റ്റ് ആകുക അല്ല, നിർത്തിയാലും വീണ്ടും തുടങ്ങാൻ തയ്യാറാകുന്നതാണ് കൺസിസ്റ്റൻസി. അതുകൊണ്ട് ഈ പുതുവർഷം നമുക്ക് വലിയ റെസൊല്യൂഷൻസ് വേണ്ട, സിമ്പിൾ ചെറിയ ലക്ഷ്യങ്ങൾ മതി. ദിവസം 10 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് നടക്കുക, ഒരു ചെറിയ നല്ല ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ പുരോഗതി, ചെറിയ സന്തോഷം, ചെറിയ മുന്നേറ്റം, ഇവ ഒക്കെ കൂടിച്ചേർന്നാൽ അതൊരു വലിയ വിജയമായി മാറും. നിങ്ങളുടെ ഭാവി നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ആ ചെറിയ പ്രവർത്തികളിലാണ്. ഈ പുതുവർഷം നമുക്ക് ശാന്തമായി തുടങ്ങാം, മനസ്സിനെ സ്ലോലി ട്രെയിൻ ചെയ്യാം. വിജയം സ്വയം നമ്മളെ തേടി എത്തട്ടെ. ഹാപ്പി ന്യൂ ഇയർ.